ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട 7 അത്ഭുതങ്ങൾ. അവയിൽ ഇന്നും ഗവേഷകരെയും ചരിത്രപ്രേമികളെയും ഒരുപോലെ കുഴപ്പിക്കുന്ന ഒന്നാണ് ബാബിലോണിലെ തൂക്കുതോട്ടങ്ങൾ. മണലാരണ്യത്തിന്റെ നടുവിൽ ആകാശത്തോളം ഉയർന്നു നിന്ന ഒരു ഹരിത വിസ്മയം. പക്ഷേ കാലം കടന്നുപോയപ്പോൾ ഈ അത്ഭുതം എവിടെ മറഞ്ഞു? ഇത് യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നോ അതോ പുരാതന കവികളുടെ ഭാവനയിൽ വിരിഞ്ഞ വെറുമൊരു സ്വപ്നമായിരുന്നോ? ഇന്നത്തെ നമ്മുടെ യാത്ര BC 6-ാം നൂറ്റാണ്ടിലെ ബാബിലോണിലേക്കാണ്. ബാബിലോൺ സാമ്രാജ്യം അതിന്റെ ഉന്നതിയിൽ നിന്നിരുന്ന കാലം. രാജാവായിരുന്ന നെബൂഖദ്നേസർ രണ്ടാമൻ, നെബൂഖദ്നേസർ II, തന്റെ പ്രിയതമയായ അമിറ്റിസ് രാജ്ഞിക്ക് വേണ്ടിയാണ് ഈ തോട്ടം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. മീഡിയയിൽ, ഇന്നത്തെ ഇറാൻ പ്രദേശം നിന്നുള്ള രാജകുമാരിയായിരുന്നു അമിറ്റിസ്. പച്ചപ്പും മലനിരകളും നിറഞ്ഞ തന്റെ ജന്മനാടിനെ അവൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ വിവാഹശേഷം ബാബിലോണിലെ വരണ്ട മണലാരണ്യത്തിലെത്തിയപ്പോൾ അവൾ ആകെ വിഷാദത്തിലായി. തന്റെ പ്രിയപ്പെട്ടവളുടെ സങ്കടം മാറ്റാൻ അവൾക്കായി ബാബിലോണിന്റെ മണ്ണിൽ ഒരു കൃത്രിമ പർവ്വതം തന്നെ രാജാവ് പണിതുയർത്തി. അതായിരുന്നു തൂക്കുതോട്ടം. എന്തുകൊണ്ടായിരിക്കാം ഇതിനെ തൂക്കുതോട്ടം എന്ന് വിളിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത് കയറിൽ തൂങ്ങിക്കിടക്കുന്ന തോട്ടമായിരുന്നില്ല. പടവുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന തട്ടുകളിലായിരുന്നു ചെടികൾ നട്ടുപിടിപ്പിച്ചിരുന്നത്. അകലെ നിന്ന് നോക്കുമ്പോൾ അവ വായുവിൽ തൂങ്ങി നിൽക്കുന്നത് പോലെ തോന്നുമായിരുന്നു. ഏകദേശം 75 അടിയിലധികം ഉയരമുള്ള മതിലുകൾ ഇതിനുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരനായ സ്ട്രാബോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ തട്ടിലും കൂറ്റൻ മരങ്ങളും വിദേശത്ത് നിന്നെത്തിച്ച അപൂർവ പുഷ്പങ്ങളും ഉണ്ടായിരുന്നു. മണലാരണ്യത്തിലെ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ കല്ലുകൾ കൊണ്ടും ഇഷ്ടികകൾ കൊണ്ടും നിർമ്മിച്ച തട്ടുകൾക്കിടയിൽ ഈർപ്പം നിലനിർത്താൻ പ്രത്യേകം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ ഇത്രയും ഉയരത്തിൽ ഈ തോട്ടം എങ്ങനെ പച്ചപ്പോടെ നിലനിന്നു? ഇതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതം. യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് വെള്ളം മുകളിലെത്തിക്കാൻ പമ്പുകൾക്ക് സമാനമായ ചെയിൻ പമ്പ് സംവിധാനം ഉപയോഗിച്ചിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. മൃഗങ്ങളെ ഉപയോഗിച്ച് തിരിക്കുന്ന ചക്രങ്ങൾ വഴി വലിയ ബക്കറ്റുകളിൽ വെള്ളം ഓരോ തട്ടുകളിലും എത്തിച്ചു. അവിടെ നിന്ന് കൃത്രിമമായി ഉണ്ടാക്കിയ തോടുകൾ വഴി ചെടികളിലേക്ക് വെള്ളമൊഴുകി. ഇത്രയും വലിയൊരു നിർമ്മിതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും വലിയൊരു ചോദ്യചിഹ്നം അവശേഷിക്കുന്നു. ബാബിലോണിലെ കളിമൺ ലിഖിതങ്ങളിലോ അക്കാലത്തെ രേഖകളിലോ എവിടെയും ഈ തൂക്കുതോട്ടത്തെക്കുറിച്ചൊരു പരാമർശവുമില്ല. നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തെക്കുറിച്ചും നഗരമതിലുകളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങളുണ്ടെങ്കിലും തോട്ടത്തെക്കുറിച്ച് അദ്ദേഹം ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഗ്രീക്ക് ചരിത്രകാരന്മാർ കണ്ടതെന്തായിരുന്നു? അവർക്ക് തെറ്റിയതാണോ? അതോ ബാബിലോൺ എന്ന പേരിൽ അവർ മറ്റൊരു നഗരത്തെയാണോ ഉദ്ദേശിച്ചത്? ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷകയായ ഡോക്ടർ സ്റ്റെഫാനി ഡാലി ഒരു പുതിയ സിദ്ധാന്തം മുന്നോട്ട് വച്ചു. തൂക്കുതോട്ടം നിലനിന്നിരുന്നത് ബാബിലോണിലല്ല, മറിച്ച് 300 മൈൽ വടക്ക് സ്ഥിതി ചെയ്യുന്ന നിനവേ എന്ന നഗരത്തിലാണ്. അസീരിയൻ രാജാവായിരുന്ന സെന്നാചെറിബ് നിർമ്മിച്ച തോട്ടമായിരിക്കാം ഇതെന്ന് അവർ വാദിക്കുന്നു. നിനവയിൽ നിന്ന് ലഭിച്ച രേഖകളിൽ വലിയ തോട്ടങ്ങളെക്കുറിച്ചും സങ്കീർണമായ ജലസേചന രീതികളെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്. പുരാതന കാലത്ത് 2 നഗരങ്ങളെയും ബാബിലോൺ എന്ന് മാറി വിളിച്ചിരുന്നതാകാം ഈ ആശയക്കുഴപ്പത്തിന് കാരണം. ഭൂകമ്പങ്ങളാലോ യുദ്ധങ്ങളാലോ ഈ തോട്ടം നശിപ്പിക്കപ്പെട്ടതാകാം. ഇന്ന് നമുക്ക് മുന്നിൽ ബാബിലോണിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേയുള്ളൂ. പക്ഷേ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ എവിടെയോ ആ പഴയ ഹരിത വിസ്മയത്തിന്റെ വേരുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടാകാം. മനുഷ്യൻ തന്റെ പ്രണയിനിക്കായി നിർമ്മിച്ച ഏറ്റവും മനോഹരമായ സ്വപ്നമായിരുന്നു ബാബിലോണിലെ തൂക്കുതോട്ടം. അത് ചരിത്രമായാലും കഥയായാലും ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി അതിന്നും നിലനിൽക്കുന്നു. കൂട്ടുകാരെ, ഒരുപാട് സമയമെടുത്താണ് ഓരോ വീഡിയോകളും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ആയതിനാൽ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോയ്ക്കൊരു ലൈക്ക് തരുവാനും മറക്കല്ലേ.